നമ്മുടെ പ്രിയപ്പെട്ട കേരള സംസ്ഥാനം സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റേറ്റാണ്. അവിടെ വലിയ പ്രശ്നങ്ങളോ സങ്കീർണതകളോ അല്ലെങ്കിൽ വർഗീയ വിദ്വേഷ സംഘടനകളോ ഒന്നും വല്ലാതെ നടക്കുന്ന ഒരു സംസ്ഥാനവുമല്ല. പക്ഷേ അവിടെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി വിദ്വേഷം മാത്രം പറയുന്ന ചില നേതാക്കൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. അവരുടെ വാമൊഴികളും വരമൊഴികളുമൊക്കെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ സൗഹാർദ്ദ അന്തരീക്ഷം എങ്ങനെ തകർക്കാം എന്നതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും അത്തരം പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ പ്രത്യേകമായിട്ട് നടത്തുകയും ചെയ്യുകയായി. രാജ്യത്തിൻ്റെ എങ്ങനെ ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കാം എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുകയുമാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP ജനറൽ സെക്രട്ടറി കഴിഞ്ഞ 29 കൊല്ലമായി ആ സ്ഥാനത്തിരിക്കുന്നു. 29 വർഷമായിട്ടും അദ്ദേഹത്തിന് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് അയാൾ തന്നെ പറയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ തന്നെ പരാജയമാണ് എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം പരാജയത്തിനാണോ ഇതര സമുദായങ്ങളെയും മറ്റ് വിഭാഗങ്ങളെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രാജ്യം കുട്ടിച്ചോറാക്കാൻ, നമ്മുടെ നാട് കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ചോദ്യം മാത്രമാണുള്ളത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി സാമ്പത്തിക ക്രമക്കേടുകൾക്ക് അകത്തായപ്പോൾ, അതും വിദേശത്ത് ദുബായിലെ ജയിലിലായപ്പോൾ, വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു ഫോൺ കോൾ കാരണം അദ്ദേഹത്തെ രക്ഷിക്കാൻ അവിടെ ഉണ്ടായിരുന്നത് ഒരു മേത്തനാണ് എന്ന കാര്യം വെള്ളാപ്പള്ളി ഇപ്പോൾ മറന്നിട്ടുണ്ടാവും. അദ്ദേഹത്തിനത് മറക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. കാരണം കോഴിക്കോട് മാൻഹോളിലകപ്പെട്ട തമിഴരായ തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ നൗഷാദ് എന്ന ഒരു യുവാവ് കൊല്ലപ്പെട്ടപ്പോൾ അതിൽ പോലും വർഗീയത ദർശിച്ചിട്ടുള്ള നേതാവാണ് വെള്ളാപ്പള്ളി. ആ വെള്ളാപ്പള്ളിയെക്കുറിച്ച് 100% വായ തുറന്നാൽ നുണ മാത്രം പറയുന്ന ഒരു നേതാവ് എന്ന് നാം പറയുമ്പോൾ അയാളെ തിരുത്തേണ്ടത് SNDPയിൽപ്പെട്ട പ്രവർത്തകരാണ്. SNDPയുടെ നേതാക്കളും പ്രവർത്തകരുമാണ് തിരുത്തേണ്ടത്. അദ്ദേഹത്തിന് കൊടി പിടിച്ചു കൊടുക്കുന്നത് CPM പോലുള്ള പാർട്ടികളും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ കൂടി യോജിച്ച് വരുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ യഥേഷ്ടം വായിൽ തോന്നുന്നത് കോതക്ക് പാട്ട് എന്നതുപോലെ വിളമ്പുന്നത് ഒരു ഹരമായി തീർന്നിരിക്കുകയാണ്. മലപ്പുറത്ത് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ അനുവദിക്കുന്നില്ല എന്നൊരു പരാതിയാണ് ഈയിടെയായിട്ട് അദ്ദേഹം പുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപേക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അപേക്ഷ കൊടുത്തിട്ടില്ല. ഭൂമിയുണ്ടോ? ഭൂമിയുണ്ട്. അപേക്ഷിച്ചാൽ ആരാണ് അനുമതി കൊടുക്കേണ്ടത്? സർക്കാരാണ്. ഏത് സർക്കാരാണ്? കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ് അതിന് അനുമതി കൊടുക്കേണ്ടത്. അതിന് പഴി പറയുന്നത് മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുസ്ലിം സംഘടനകളെ, അല്ലെങ്കിൽ ഒരു മുസ്ലിം പത്രപ്രവർത്തകനുണ്ടെങ്കിൽ അയാളെ തീവ്രവാദി എന്ന് വിളിക്കാനുള്ള വെമ്പലുണ്ടാകുന്നു. അങ്ങനെ വിളിക്കുക മാത്രമാണോ? നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും വെള്ളാപ്പള്ളി നടേശൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ്. ഈ ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചോദ്യങ്ങൾ വരുമ്പോഴുള്ള ബോഡി ലാംഗ്വേജ്, നാവൊക്കെ കടിച്ചു പിടിച്ച് അങ്ങനെ ആ പത്രപ്രവർത്തകരെ ചോദിച്ച പത്രപ്രവർത്തകനെ കടിച്ചു കീറാനുള്ള ഈറയോടുകൂടി സംസാരിക്കുന്ന ഒരു സാമൂഹ്യ നേതാവിനെ നമ്മളവിടെ കാണുകയുണ്ടായി. ഇങ്ങനെയാണോ നേതാക്കന്മാർ പെരുമാറുക? ഇതാണോ നേതാക്കന്മാരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്? അതും ആലോചിക്കേണ്ടതും ആ സംഘടനയിലെ വ്യക്തികളാണ്. ഇനി ഇദ്ദേഹം പറയുന്ന നുണകളോ? 32,000 കുട്ടികൾ തെരുവിൽ നിൽക്കുമ്പോൾ, പഠിക്കാൻ സീറ്റില്ലാതെ നിൽക്കുമ്പോഴാണ് മലപ്പുറം ജില്ല കൂടുതൽ സ്കൂളുകൾ ആവശ്യപ്പെട്ടത്. എന്നാൽ അവർക്കത് ലഭിക്കുകയുണ്ടായില്ല. ആ സമയത്ത് എറണാകുളത്തും പത്തനംതിട്ടയിലുമൊക്കെ തന്നെ സീറ്റുകൾ ബാക്കി കിടക്കുകയായിരുന്നു. ഈ ഒരു കണക്കുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിൽ 8,147 എയ്ഡഡ് സ്കൂളുകളുള്ളതിൽ, സ്വകാര്യ സ്കൂളുകളുള്ളതിൽ മുസ്ലിം മാനേജ്മെൻറ്റിലുള്ളത് വെറും 1,360 സ്കൂളുകൾ മാത്രമാണ്. 4,000-ഓളം സ്കൂളുകൾ ക്രൈസ്തവ മാനേജ്മെൻറ്റിലും അതുപോലെ മറ്റ് മാനേജ്മെൻറ്റുകളിലും ഇവിടെയുണ്ട്. അങ്ങനെ ഒരു പരിതസ്ഥിതി ഉണ്ടായിരിക്കെ, സത്യം പറയുന്ന കണക്കുകളുണ്ടായിരിക്കെ,
അത് പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ ഒരു നേതാവ് അങ്ങനെ കള്ളം പറയുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാൻ സർക്കാരിൻ്റെ നാവ് ഉയരാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ഈ രാജ്യത്ത് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ സാമുദായിക സംഘടനകളുടെ നേതാക്കളും ഉദ്ദേശിക്കുന്നത് എന്ന് ആരും ഒന്ന് ആലോചിച്ചു പോകും. കോടിക്കണക്കിന് രൂപയുടെ പാട്ടക്കുടിശ്ശിക അടയ്ക്കുന്നത് ഒഴിവാക്കി കൊടുത്തുകൊണ്ട് മുൻകാല സർക്കാരുകൾ, ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരല്ല, അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരുമൊക്കെ തന്നെ പല ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്കും നായർ സർവീസ് സൊസൈറ്റിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്കും അതുപോലെ SNDPയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്കും നൂറുകണക്കിന് ഏക്കർ ഭൂമി പതിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ധാരാളമായിട്ട് സ്ഥലം, ഭൂമി പതിച്ചു കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്ക് 218 ഏക്കർ ഭൂമിയാണ് ഈ വീതം കിട്ടിയത്. നായർ സർവീസ് സൊസൈറ്റിക്ക് 104 ഏക്കർ ഭൂമി കിട്ടിയിട്ടുണ്ട്. ഈഴവ സമുദായത്തിന് അല്ലെങ്കിൽ SNDPക്ക് 30 ഏക്കർ ഭൂമി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പതിച്ചു കൊടുത്തതിൻ്റെ ഔദ്യോഗികമായ രേഖകൾ നിലവിലുണ്ടായിരിക്കെയാണ് പച്ചക്കള്ളം ആവർത്തിച്ചുകൊണ്ട് അതിനെ സത്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ 669 ഹയർ സെക്കൻഡറി സ്കൂളുകളാണുള്ളത്. അതിൽ 289 ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ കൈവശമാണുള്ളത്. 280 സ്കൂളുകൾ NSSൻ്റെയും SNDPയുടെയും കൈവശമാണുള്ളത്. 102 സ്കൂളുകൾ മാത്രമാണ് മുസ്ലിം വിഭാഗങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ B.Ed കേരളത്തിലെ 21 എയ്ഡഡ് B.Ed സ്കൂളുകളിൽ 2 മാത്രമാണ് മുസ്ലിം മാനേജ്മെൻറ്റിന് കീഴിലുള്ളത്. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ മുസ്ലിം മാനേജ്മെൻറ്റുകൾക്ക് ഒരൊറ്റ കോളേജ് പോലുമില്ല. ഏറ്റവും കൂടുതൽ കോളേജുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, സ്വകാര്യ കോളേജുകൾ ഉള്ളത് ക്രൈസ്തവ മാനേജ്മെൻറ്റിനും NSSനും SNDPക്കും ഒക്കെയാണ്. കണക്കുകൾ അവയും വളരെ വ്യക്തമായി ആർക്ക് വേണമെങ്കിലും ലഭ്യമാകുന്ന വിധം പറഞ്ഞു തരുന്നതാണ്. മലപ്പുറം ജില്ലയിൽ 9 കോളേജുകളുണ്ട് എന്നത് സത്യമാണ്. 9 കോളേജുകൾ 5 മുസ്ലിം മാനേജ്മെൻറ്റിന് കീഴിലുള്ളത്. NSSന് കോളേജുണ്ട്, ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്കും അവിടെ കോളേജുകളുണ്ട്. മുസ്ലിം ലീഗിൻ്റെ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഏതാണ്ട് 39 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ SNDPക്ക് അനുവദിക്കുകയുണ്ടായി. അതവർക്ക് ഭംഗിയായി നടത്താൻ സാധിച്ചില്ല എന്നതിനർത്ഥം മറ്റുള്ളവർ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തില്ല എന്നോ അല്ലെങ്കിൽ SNDPക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചോ എന്നൊന്നുമല്ല അതിനർത്ഥം. അവർ അത് നടത്തിയില്ല എന്നതോ അവർ കെടുകാര്യസ്ഥത കാണിച്ചു എന്നതോ അല്ലെങ്കിൽ അവർ അഴിമതി നടത്തി എന്നതോ ആണ്. ഇനി ഈ സ്ഥാപനങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അധ്യാപക പ്രവേശനത്തിനും വിദ്യാർത്ഥി പ്രവേശനത്തിനും കോഴ വാങ്ങിക്കൊണ്ടാണ് ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? കൂടുതൽ കോഴ വാങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ തങ്ങൾക്ക് അനുമതി ലഭിച്ചില്ല എന്നുകൂടിയാണല്ലോ ഈ വായാടിത്തം വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ വായാടിത്തം വിളമ്പുന്നതിൻ്റെ ഭവിഷ്യത്ത്, പ്രത്യാഘാതം എന്താണെന്ന് ഭരണകൂടം ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാക്കാത്തത് കൊണ്ടല്ല പക്ഷേ നടപടിയെടുക്കാത്തത്. വെള്ളാപ്പള്ളി നടേശൻ്റെ പേരിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ലെങ്കിൽ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും എന്നതിൽ സംശയമില്ല.